السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 173-ാമത്തെ പേജാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 173-ാം പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ نتقنا الجبل فوقهم كأنه ظلة وظنوا وإذ نتقنا الجبل فوقهم كأنه ظلة وظنوا أنه واقع بهم خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. وإذ أخذ ربك من بني آدم من ظهورهم ذريتهم وأشهدهم على أنفسهم ألست بربكم قالوا بلى شهدنا أن تقولوا يوم القيامة إنا كنا عن هذا غافلين أو تقولوا إنما أشرك آباؤنا من قبل وكنا ذرية من بعدهم أفتهلكنا بما فعل المبطلون وكذلك نفصل الآيات ولعلهم يرجعون. واتل عليهم نبأ الذي آتيناه آياتنا فانسلخ منها فأتبعه الشيطان فكان من الغاوين ولو شئنا لرفعناه بها ولكنه أخلد إلى الأرض واتبع هواه فمثله كمثل الكلب إن تحمل عليه يلهث أو تتركه يلهث ذلك مثل القوم الذين كذبوا بآياتنا فاقصص القصص لعلهم يتفكرون. ساء مثلا القوم الذين كذبوا بآياتنا وأنفسهم كانوا يظلمون. من يهد الله فهو المهتدي ومن يضلل فأولئك هم الخاسرون. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 171 മുതൽ 178 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 9-ാം ജുസ്ഇൽ 173-ാമത്തെ പേജ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പറഞ്ഞു വച്ചിരുന്നത് യഹൂദികളെ കുറിച്ചാണ്. അവർ തൗറാത്തിന്റെ അനുയായികളാണ് എന്ന് വാദിക്കുന്നുണ്ട്. അതോടൊപ്പം അതിന്റെ അധ്യാപനങ്ങൾ ദുന്യവിയായ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി നിരാകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഈ തോന്നിവാസം അവരുടെ ഇടയിൽ ഇപ്പോൾ പുതിയതായി തുടങ്ങിയതൊന്നുമല്ല. തൗറാത്ത് ലഭിച്ച ആദ്യകാലം മുതലേ, അവരുടെ മുൻഗാമികൾ മുതൽ തന്നെ ഈ ദുസ്വഭാവവും ധിക്കാരവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇനി പറയുന്നത്. അതിനൊരു ഉദാഹരണം കൂടി പറയുകയാണ്. ഈ ധിക്കാര സ്വഭാവം പണ്ട് മുതലേ അവരുടെ ഇടയിലുണ്ട്. അതിനൊരു ഉദാഹരണം പറയാം. എന്താണ് ഉദാഹരണം? തൗറാത്ത് വേണ്ടതുപോലെ അനുസരിക്കാതിരുന്നപ്പോ അവരുടെ മീതെ വലിയൊരു മല പുഴക്കി ഉയർത്തിപ്പിടിച്ച് തൗറാത്തിലെ അധ്യാപനങ്ങൾ മുറുകെ പിടിക്കാൻ കൽപ്പിച്ച സംഭവം. അവരുടെ ഈ ഒരു ദുസ്വഭാവത്തിന്റെ ഉദാഹരണം പറഞ്ഞ് അവരുടെ ചരിത്രം അവസാനിപ്പിക്കുകയാണ് ഇനി അല്ലാഹു തആല. എന്താ സംഭവം? മൂസാ നബി അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങാൻ പോയ സമയത്താണ് ആളുകൾ കാളക്കുട്ടിയെ ആരാധിച്ചത്. നമ്മൾ മുമ്പാവശ്യം പഠിച്ചിട്ടുണ്ട്. തിരിച്ചു വന്നപ്പോ ഇത് കാണുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന് വല്ലാതെ ദേഷ്യം വന്നു.
പിന്നെ നടന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഏതായാലും ഈ ഒരു സംഭവത്തിന് ശേഷം മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, നിങ്ങൾ തൗറാത്ത് അംഗീകരിച്ച് ജീവിക്കണം, തൗറാത്ത് സ്വീകരിക്കണം. എന്താ അവരെ മറുപടി എന്നറിയോ? ആദ്യം അതൊന്ന് വായിച്ചു കേൾപ്പിക്കൂ, അത് പ്രയാസമുള്ളതാണോ അല്ലേ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. യാ അല്ലാ, എന്തൊരു ധിക്കാരപരമായ മറുപടിയാണ്! പ്രവാചകനോടാണ് അവർ ഇങ്ങനെ മറുപടി പറയുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാം കുറെ പറഞ്ഞു നോക്കി. അപ്പോഴെല്ലാം അവർ മറുപടി പറഞ്ഞു, ഇങ്ങനെ തന്നെ ഉള്ളടക്കം അറിയാതെ സ്വീകരിക്കാൻ നിർവാഹമില്ല എന്ന് അടുത്തു കുറിച്ച് പറഞ്ഞു അവർ. അപ്പോഴാണ് ഈ ആയത്തിൽ പറയുന്ന, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തിലെ സംഭവം നടക്കുന്നത്. ഒരു മല പിഴുതെടുത്തിട്ട് ഒരു കുട പോലെ അവരുടെ തലയ്ക്ക് മുകളിൽ നിർത്തിയിട്ട് അള്ളാഹുവിനെ ചോദിച്ചു, സ്വീകരിക്കുന്നോ ഇല്ലേ? തൗറാത്ത് നിങ്ങൾ സ്വീകരിക്കുന്നോ ഇല്ലേ? ഇല്ലെങ്കിൽ ഈ മല നിങ്ങളുടെ തലക്ക് മീതെ ഇട്ടുകളയും. അവരാകെ പേടിച്ചുപോയി, ബേജാറായിപ്പോയി, വറച്ചുപോയി. ഉടനെ തന്നെ അവർ സുജൂദ് ചെയ്യാം. പക്ഷെ എങ്ങനെ സുജൂദ് ചെയ്തത്? സുജൂദ് ചെയ്തപ്പോ നെറ്റിയുടെ ഇടഭാഗം ഭൂമിയിൽ വെച്ച് വലത്തെ കണ്ണുകൊണ്ട് ഇങ്ങനെ മേൽപോട്ട് നോക്കിയിട്ടാണ് ആ ശിക്ഷ വരുന്നുണ്ടോ, മല ഞങ്ങളെ മേലെ വീഴുന്നുണ്ടോ എന്ന് നോക്കുകയാണ് വലത്തെ കണ്ടുകൊണ്ട്. അതേസമയം നെറ്റിയുടെ ഇടത്തെ ഭാഗം ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. ഇടത്തെ ഭാഗം ഭൂമിയിൽ വെച്ചിട്ട് വലത്തെ കണ്ണ് മേൽപോട്ട് ഉയർത്തി ഇങ്ങനെ ചെരിഞ്ഞ് കടന്നിട്ട് നോക്കുക. ഇങ്ങനെയാണ് അവർ സുജൂദ് ചെയ്തത്. ആ ശിക്ഷ ഞങ്ങളെ തലക്ക് മല വീഴുന്നുണ്ടോ എന്ന് നോക്കുകയാണ് അവർ പേടിച്ചിട്ട്. യഹൂദികളുടെ സുജൂദ് ഇന്നും ഇങ്ങനെ എത്ര. അപ്പൊ ഈ ഒരു സംഭവം നടന്നതിന് ശേഷമാണ് അവർ തൗറാത്ത് സ്വീകരിക്കാൻ തയ്യാറായത്. ആയത്ത് നോക്കാം, 171-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ نَطَقْنَا الْجَبَلَ فَوْقَهُمْ كَأَنَّهُ ظُلَّةٌ وَظَنُّوا أَنَّهُ وَاقِعٌ بِهِمْ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تَتَّقُونَ وَإِذْ نَطَقْنَا الْجَبَلَ فَوْقَهُمْ كَأَنَّهُ ظُلَّةٌ. പർവ്വതം ഒരു കുട പോലെ നാം അവർക്ക് മുകളിൽ പറിച്ചുയർത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കണം നബിയേ. വഇദ്നതഖ്ന, നമ്മൾ പറിച്ചുയർത്തിയ ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം. അൽ ജബല, മലയെ, ഫൗഖഹും, അവർക്ക് മീതെ. ഏതുപോലെ? കഅന്നഹു ദുല്ല, ഒരു കുട പോലെ. ദുല്ലത്ത് എന്ന് പറഞ്ഞാൽ കുട. വളന്നു, അവർ വിചാരിച്ചു പോയി, അന്നഹു വാഖിഉൻ ബിഹിം, ആ മല അവരുടെ മേൽ വീഴാൻ പോവുകയാണ് എന്ന്. പർവ്വതം ഒരു കുട പോലെ നാം അവർക്ക് മുകളിൽ പറിച്ചുയർത്തുകയും അത് തങ്ങൾക്ക് മീതെ വീഴുക തന്നെ ചെയ്യുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്ത സന്ദർഭം നബിയെ അങ്ങ് ഓർക്കണം. ആ സന്ദർഭം സ്മരണീയമാണ്. എന്നിട്ട് നമ്മൾ അവരോട് കൽപ്പിച്ചു, ഖുദൂ, നിങ്ങൾ സ്വീകരിക്കണം, മാ ആതൈനാകും, നാം നിങ്ങൾക്ക് നൽകിയത്, നാം നിങ്ങൾക്ക് നൽകിയ വേദത്തിലുള്ളത്, തൗറാത്തിലുള്ളത് നിങ്ങൾ സ്വീകരിക്കണം. ബിഖുവ്വത്തിൻ, മുറുകെ പിടിക്കണം, നിങ്ങൾ മുറുകെ സ്വീകരിക്കണം. വദ്കുറൂ മാ ഫീഹി, നിങ്ങൾ അതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കണം, ഓർമ്മിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, എങ്കിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാവാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മളോട് കൽപ്പിച്ചുകൊണ്ട് മല തലക്ക് മുകളിൽ കുട പോലെ, ഉല്ലത്ത് പോലെ ഉയർത്തിപ്പിടിച്ച ആ സന്ദർഭം. നത്തക്ക എന്ന് പറഞ്ഞാൽ പറിച്ചിട്ട് ഇങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, 3 സംഭവങ്ങൾ ഒന്നാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. 3 സംഭവങ്ങൾ, ഇവരുമായി ബന്ധപ്പെട്ട് നടന്ന 3 സംഭവങ്ങൾ ഒറ്റൊന്നാണ് എന്ന് പറയുന്ന ചില ആളുകൾ. ഏത് 3 സംഭവം? ഒന്ന് നമ്മൾ ഈ പറഞ്ഞ സംഭവം, മല ഉയർത്തിപ്പിടിച്ചു. പിന്നെ ഒന്ന്, മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ കാണുമെന്ന് ആവശ്യപ്പെട്ടപ്പോ മല തരിപ്പണമായത്. പിന്നെ ഒന്ന്, അള്ളാഹുവിനെ ഞങ്ങൾ നേരിട്ട് കണ്ടാലല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് 70ഓളം ആളുകൾ പറഞ്ഞപ്പോ ആ മല പ്രകമ്പനം കൊണ്ടത്. ഈ 3 സംഭവവും ഒന്നാണ്, ഒറ്റ സംഭവമാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അത് ശരിയല്ല. ഖുർആനിന്റെ വിവരണത്തിനെതിരാണത്, മുഫസ്സിരീങ്ങളുടെ തഫ്സീറിനെതിരുമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവിടെ നിർബന്ധിപ്പിച്ച് ദീൻ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ചിലർ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ദുർവ്യാഖ്യാനം ചെയ്ത് രംഗത്ത് വരാറുണ്ട്. നിർബന്ധിച്ച് ദീൻ അംഗീകരിപ്പിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ലല്ലോ, പിന്നെ എന്താ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് അവർ പറയുക. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ പറയുന്നതിന് പ്രസക്തിയില്ല. കാരണം ഒരു ഉദാഹരണം നോക്കാം. അസുഖം മാറാനാണ് മരുന്ന് കഴിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രായമായിട്ടില്ലാത്ത രോഗിയായ ഒരു കുട്ടി, ആ കുട്ടി കയ്പുള്ള മരുന്നോ മറ്റോ കഴിക്കാൻ തയ്യാറില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക? നിർബന്ധിപ്പിച്ചോ പേടിപ്പിച്ചോ ഒക്കെ പറഞ്ഞിട്ട് ആ മരുന്ന് കൊടുക്കൂലേ? ഇത് അന്യായമാണെന്ന് ആരെങ്കിലും പറയോ? ഇല്ലല്ലോ. അതേപോലെ ഇവിടെ സംബന്ധിച്ചിട്ടുള്ളൂ. ഇവിടെ ഇസ്രായേലിയരെ പോലെയുള്ള തനി ദുഷ്ടാഠ്യക്കാരായ ധിക്കാരികളായ ഒരു സമൂഹത്തിന് നേരെ അള്ളാഹു തആല സ്വീകരിച്ചൊരു നടപടിയാണിത്.
അത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകൾ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ അവർ വ്യക്തമാക്കി മനസ്സിലാക്കിയ ആളുകളാണ്, ദീനനുസരിച്ച് ജീവിക്കണമെന്ന് അറിയുന്ന ആളുകളാണ് അവർ. അവരുടെ അഹങ്കാരം അതിനെ അനുവദിക്കാതെ വെറും ധിക്കാരം കാണിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹു തആല അവർക്കെതിരെ എടുത്തൊരു നടപടിയാണിത്. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുന്നു. 172, 174. ബനൂ ഇസ്രായേലിൽ നിന്ന് കരാർ വാങ്ങി എന്ന് പറഞ്ഞ ശേഷം മനുഷ്യവർഗത്തിൽ നിന്ന് ആകമാനം വാങ്ങിയ ഒരു കരാറിനെ കുറിച്ചാണ് അള്ളാഹു തആല ഇനി പറയുന്നത്. എന്താണ് ആ കരാർ? ആദമിന്റെ മക്കളുടെ, അതായത് മനുഷ്യരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്തതികളെ എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാക്കളെ പുറത്തു കൊണ്ടുവന്നു അല്ലാഹു തആല. എന്നിട്ട് അവരോട് ചോദിച്ചത്രേ, ആത്മാക്കളോട്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? ആ ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞു, അതെ അതെ എന്നവർ മറുപടി പറയുകയും അതിനവർ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഇതാണ് ആ കരാർ. ഈ കരാർ കാലക്രമേണ മനുഷ്യൻ മറന്നുപോയി. അള്ളാഹുമായി ചെയ്ത ഈ കരാർ നമ്മൾ മറക്കുകയാണ് ചെയ്തത്. കാരണം ഇത് നടന്നത് വളരെ ചെറിയൊരു സമയത്തിനുള്ളിലാണ്. മാത്രമല്ല അത് നടന്നതിന് ശേഷം ഒരുപാട് കാലം മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണ് മനുഷ്യൻ മറന്നുപോയത്. ആ മറന്നുപോയ കരാർ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ അള്ളാഹു തആല അയച്ചത്. പ്രവാചകന്മാർ വന്ന് നമുക്കത് ഓർമ്മപ്പെടുത്തി തരും, ഇങ്ങനെ കരാർ ചെയ്തിട്ടുണ്ട്, എന്ന് അള്ളാഹു അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ തൗഹീദിനെ കുറിച്ചോ ഈ കരാറിനെ കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല എന്നോ, ഞങ്ങളുടെ മുൻഗാമികൾ ചെയ്തു പോന്നിരുന്ന ശിർക്ക് മക്കളായ ഞങ്ങളും അനുകരിച്ചു വന്നതാണ്, കുറ്റക്കാർ അവരാണ്, ഞങ്ങളെ ശിക്ഷിക്കരുത് എന്നോ ഒന്നും പറയാൻ ന്യായമില്ലാതിരിക്കാനാണ് അങ്ങനെ ഒരു കരാർ നിങ്ങളെടുത്ത് വാങ്ങിയത്. അങ്ങനെ വേണമെങ്കിൽ പറയാലോ, അതൊക്കെ ഞങ്ങളെ വ്യാപാരം ചെയ്ത് ഞങ്ങളത് കണ്ടു പഠിച്ചു പോകുന്നത്, അവരാ തെറ്റ് ചെയ്ത് ഞങ്ങളല്ല, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കരാർ ആദ്യം വാങ്ങിയത്. എല്ലാവരുടെ അടുത്തും കരാർ വാങ്ങിയിട്ടുണ്ട്. ആ കരാർ വാങ്ങിയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല നമ്മളോട് പറയുന്നു. അത് ഇടക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ പ്രവാചകന്മാരെ അയക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് നിങ്ങൾ ദുർമാർഗം ഒഴിവാക്കി സന്മാർഗത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. നോക്കൂ, 172 ആയത്ത്, 172, 173. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدُهُمْ عَلَى أَنْفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا أَنْ تَقُولُوا يَوْمَ الْقِيَامَةِ إِنَّا كُنَّا عَنْ هَذَا غَافِلِينَ أَوْ تَقُولُوا إِنَّمَا أَشْرَكَ آبَاؤُنَا مِنْ قَبْلُ وَكُنَّا ذُرِّيَّةً مِنْ بَعْدِهِمْ أَفَتُهْلِكُنَا بِمَا فَعَلَ الْمُبْطِلُونَ. وَإِذْ أَخَذَ رَبُّكَ, അല്ലാഹു എടുത്ത ആ സന്ദർഭം സ്മരണീയമാണ്. വാങ്ങിയ ആ സന്ദർഭം എന്തു വാങ്ങി? മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം, ആദമിന്റെ മക്കളിൽ നിന്ന്, അവരുടെ മുതുകുകളിൽ നിന്ന്, ദുർരിയത്തുഹും, അവരുടെ മക്കളുടെ, ആദമിന്റെ മക്കളിൽ നിന്ന് അവരുടെ സന്താന പരമ്പരകളെ പുറത്തെടുത്ത ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം. അഖദ എന്ന് പറഞ്ഞാൽ പുറത്തെടുത്ത സന്ദർഭം കേട്ടോ. വഇദ് അഖദ റബ്ബുക, നിങ്ങളുടെ രക്ഷിതാവ് പുറത്തെടുത്ത സന്ദർഭം ഓർക്കണം. എവിടെ നിന്ന്? മിൻ ബനി ആദമ, മനുഷ്യരിൽ നിന്ന്, അതായത് മിൻ ളുഹൂരിഹിം, അവരുടെ മുതുകുകളിൽ നിന്ന്, അവരുടെ പുറം ഭാഗത്ത് നിന്ന്. ആര് പുറത്തെടുത്തു? ദുർരിയത്തുഹും, അവരുടെ സന്താനങ്ങളെ. അവരിൽ നിന്ന് വരാനുള്ള എല്ലാ സന്താനങ്ങളെയും, എന്താണ്, അവരുടെ ആത്മാക്കളെ അവരുടെ മുതുകുകളിൽ നിന്ന് പുറത്തെടുത്ത സന്ദർഭം. എന്നിട്ടോ വഅശ്ഹദുഹും അലാ അൻഫുസിഹിം, തങ്ങളെ തന്നെ അവർക്ക് മേൽ സാക്ഷ്യം വഹിപ്പിച്ച സന്ദർഭവും ഓർക്കണം. അശ്ഹദുഹും, അവരെ സാക്ഷ്യം വഹിപ്പിച്ച സന്ദർഭവും, അലാ അൻഫുസിഹിം, തങ്ങളെ തന്നെ അവർക്ക് മേൽ സാക്ഷ്യം വഹിപ്പിച്ച സന്ദർഭം. എന്നിട്ടെന്താ ചോദിച്ചത്? അലസ്തു ബിറബ്ബിക്കും, എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അലസ്തു, ഞാൻ അല്ലയോ? ബിറബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവല്ലയോ? ഖാലൂ, ആ ആത്മാക്കൾ ഒന്നടങ്കം പറഞ്ഞു, ബല, അതെ, ഷഹിദ്നാ, ഞങ്ങൾ അതിനെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അൻ തഖൂലു യൗമൽ ഖിയാമ, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് ഇങ്ങനെ കരാർ വാങ്ങിയത്? അൻ തഖൂലു, നിങ്ങൾ പറയാതിരിക്കാനാണ്. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. എന്ത്? ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഞങ്ങൾ ഇത് സംബന്ധിച്ച് അശ്രദ്ധരായിരുന്നു എന്ന്, ഞങ്ങളിത് അറിഞ്ഞിരുന്നേയില്ല എന്ന് നിങ്ങൾ അന്ത്യനാളിൽ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കരാർ വാങ്ങിയത്. അൻ തഖൂലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി എന്നർത്ഥം. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, ഞങ്ങൾ ഗാഫിലീങ്ങളായിരുന്നു ഇതിനെക്കുറിച്ച്.
ഒന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഔ തഖൂലു, അല്ലെങ്കിൽ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. എന്ത്? ഇന്നമാ അശ്റക ആബാഉന, തീർച്ചയായും ഞങ്ങളുടെ മുൻഗാമികളാണ്, പൂർവികരാണ് ശിർക്ക് ചെയ്തത്. മിൻ ഖബ്ലു, മുമ്പ്, ഞങ്ങളുടെ മുമ്പ് ഞങ്ങളുടെ ആബാകളാണ് ശിർക്ക് ചെയ്തത്. വകുന്നാ ദുർരിയത്തൻ മിൻ ബഅദിഹിം, ഞങ്ങൾ അവർക്ക് ശേഷം വന്ന സന്താനങ്ങൾ മാത്രമാണ്. ഞങ്ങളുടെ മക്കളല്ലേ, ഞങ്ങൾ അവർക്ക് ശേഷം വന്ന മക്കളായി എന്നേ ഉള്ളൂ. ഈ തെറ്റുകളൊക്കെ ചെയ്തു തുടങ്ങിയത്, പഠിപ്പിച്ചു തന്നത് ഞങ്ങളെ ആബാകളാണ്. അതുകൊണ്ട് അവർ ചെയ്തതിന് ഞങ്ങൾ ശിക്ഷിക്കുകയാണോ? അഫതുഹ്ലികുനാ, നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? നീ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ? നീ ഞങ്ങളെ സംഹരിക്കുകയാണോ? ബിമാ ഫഅലൽ മുബ്തിലൂൻ, ബിമാ ഫഅലൽ മുബ്തിലൂൻ, ആ ദുർമാർഗികൾ ചെയ്ത തെറ്റിന് അവർ ചെയ്തത് കാരണം നീ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ? ഇങ്ങനെ നിങ്ങൾ പറയാതിരിക്കാനും വേണ്ടിയാണ് നിങ്ങൾ കരാർ വാങ്ങിയത്. ഒന്നുകിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ എന്ത് പറയാതിരിക്കാൻ, ഇന്നമാ അശ്റക ആബാഉനാ, പൂർവ്വപിതാക്കളാണ് ഈ ബഹുദൈവ വിശ്വാസം ചെയ്തത്. മിൻ ഖബ്ലു, മുമ്പ്, വകുന്നാ ദുർരിയത്തൻ മിൻ ബഅദിഹിം, ഞങ്ങളാകട്ടെ അവർക്ക് ശേഷം വന്ന സന്താനങ്ങളാണ്, അവരുടെ പിൻഗാമികളായി വന്ന മക്കളാണ് ഞങ്ങൾ. അതുകൊണ്ട് അഫതുഹ്ലികുനാ, നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? ബിമാ ഫഅലൽ മുബ്തിലൂൻ, ആ ദുർമാർഗികളാൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ചെയ്തത് കാരണം അവരെല്ലാം കുറ്റക്കാർ എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. 174 നോക്കൂ. വകദാലിക നുഫസ്സിലുൽ ആയാതി വലഅല്ലഹും യർജിഊൻ. വകദാലിക, അപ്രകാരം, ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞതുപോലെയൊക്കെ, നുഫസ്സിലുൽ ആയാത്, ദൃഷ്ടാന്തങ്ങൾ നമ്മൾ വിശദീകരിച്ചു തരികയാണ്. എന്തിനൊക്കെ? വലഅല്ലഹും യർജിഊൻ, അവർ ചിന്തിക്കാനും സത്യത്തിലേക്ക് മടങ്ങാനും വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ വിശദീകരിച്ചു തരുന്നത്. അപ്പൊ അല്ലാഹു തആല മനുഷ്യരുടെ മുതുകുകളിൽ നിന്നും കരാർ വാങ്ങി, ഞാൻ നിങ്ങൾ റബ്ബല്ലേ എന്ന് ആത്മാക്കൾ പറഞ്ഞു. എന്താണ് ഈ കരാർ കൊണ്ടുള്ള ഉദ്ദേശം? ഇവിടെ മുഫസ്സിരീങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. മനുഷ്യരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താന പരമ്പരയെ അല്ലാഹു തആല പുറത്തെടുത്തു. ആദം നബിയുടെ മക്കളിൽ നിന്ന് അവരുടെ മക്കളെ പുറത്തെടുത്തു എന്ന് പറഞ്ഞപ്പോ എന്ത് മനസ്സിലായി? ആദം നബി അലൈഹിസ്സലാമിന്റെ തന്നെ മുതുകിൽ നിന്ന് മഹാനവറുകൾ സ്വന്തം മക്കളെ എല്ലാവരെയും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എല്ലാവരും ആദം നബിയുടെ മക്കളാണല്ലോ. അപ്പൊ മനുഷ്യരുടെ മുതുകിൽ നിന്ന്, അവരിൽ നിന്ന് വരാനുള്ളവരെ പുറത്തുവിട്ടു എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് ഇനി വരാൻ പോകുന്ന എല്ലാവരുടെയും അർവാഹികളെ അല്ലാഹു തആല പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് ആണ് ചോദ്യം ചോദിച്ചത്. ചില ഹദീസുകളിൽ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് മഹാനവറുകളുടെ സന്താന പരമ്പരയെ മുഴുവൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് പലതും ഉദ്ധരിച്ചിട്ടുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹിം. അങ്ങനെ പുറത്തെടുത്ത് അന്നു തന്നെ വാക്കാൽ തന്നെ ഈ പറഞ്ഞ ചോദ്യോത്തരവും സാക്ഷി നിൽപ്പും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ. വാക്കാൽ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു മറുപടി പറഞ്ഞു, അങ്ങനെ വാക്കാൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇതിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. വാക്കാൽ തന്നെ ഇങ്ങനെ ഒരു കരാറ് സ്വീകരണം നടന്നിട്ടുണ്ട് എന്നാണ് ബഹുഭൂരിഭാഗം മുഫസ്സിരീങ്ങളും പറയുന്നത്. സ്വഹാബികളും താബീങ്ങളും തുടങ്ങി മഹാന്മാരായ മുഫസ്സിരീങ്ങളൊക്കെ അഭിപ്രായക്കാരാണ്. അതേസമയം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് സന്താനങ്ങളെ പുറത്തെടുത്തിട്ടില്ല, ഇതേപോലെ വാക്രൂപത്തിൽ അങ്ങനെ സാക്ഷി നിർത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. മുഅ്തസിലിയ വിഭാഗക്കാരൊക്കെ അഭിപ്രായം പറയുന്ന ആളുകളാണ്. ആ അഭിപ്രായം ശരിയല്ല എന്ന് നമ്മുടെ മഹാന്മാരായ പല മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അവരെന്താ പറഞ്ഞതെന്നറിയോ? അങ്ങനെ വാക്കാലൊന്നും നടന്നിട്ടില്ല. പിന്നെ അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ചുള്ള ഒരു ബോധം മനുഷ്യനിൽ അള്ളാഹു തആല പ്രകൃതിയാ തന്നെ നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. ആ ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് ഓരോരുത്തരും ജനിച്ചു വീഴുന്നത്. നൈസർഗികമായ ആ ബോധം നിമിത്തം തൗഹീദിന് വിരുദ്ധമായ നിലപാടുകളൊന്നും സ്വീകരിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഈ നൈസർഗികമായ ബോധത്തെയാണ് ഈ ആയത്തിൽ കരാർ എന്ന് അള്ളാഹു തആല പറഞ്ഞത്, അല്ലെങ്കിൽ കരാർ രൂപത്തിൽ റബ്ബ് സൂചിപ്പിച്ചത് എന്നാണ് ഈ വിഭാഗം പറയുന്നത്. ഒന്നാമത്തെ അഭിപ്രായം അങ്ങനെയല്ല, വാക്ക് രൂപത്തിൽ തന്നെ ചോദിക്കലും പറയലും നടന്നു എന്നാണ്. ഹദീസിന്റെ വെളിച്ചത്തിലൊക്കെ ആയത്തിന്റെ നേർക്ക് നേരെ അർത്ഥവും അങ്ങനെയാണ് മനസ്സിലാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒന്നാമത്തെ അഭിപ്രായം അതാണ് പ്രബലമായ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, അതായത് അങ്ങനെ ഒരു പറച്ചിലുണ്ടായിട്ടില്ല, ഒരു ഉപമാരൂപത്തിൽ മാത്രം പറഞ്ഞതാണ് എന്ന് പറയുന്ന അഭിപ്രായം, അത് ഒന്നുകിൽ യുക്തിയെ അല്ലെങ്കിൽ ബുദ്ധിയെ മാത്രം ആധാരമാക്കിയുള്ള ഒരു അഭിപ്രായമാണ്. ഈ വാദമുള്ള പണ്ഡിതന്മാർ ഉന്നയിച്ച എല്ലാ വാദങ്ങളെയും ന്യായങ്ങളെയും നമ്മുടെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഖണ്ഡിച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ട് അഭിപ്രായങ്ങളും സംയോജിപ്പിച്ച ചില ആൾക്കാരുണ്ട്. അതായത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് അവരുടെ സന്താനങ്ങളെയും അവരുടെ മുതുകിൽ നിന്ന് അവരുടെ സന്താന പരമ്പരകളെയും പുറത്തെടുത്തു എന്നും വാക്കും മൂലം അവരെ സാക്ഷി നിർത്തി നിന്നും
അതോടൊപ്പം തന്നെ അവരുടെ പ്രകൃതിയെ അള്ളാഹുവിന്റെ തൗഹീദിനെ മനസ്സിലാക്കി തരുന്ന രീതിയിലാക്കി എന്നും ഇങ്ങനെ രണ്ടും കൂടെ സംയോജിപ്പിക്കുന്ന ഒരു അഭിപ്രായം കൂടെ ഉണ്ട്. അങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആവാം എന്നും പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മഹാന്മാരായ ഇമാം റാസി, ഇബ്നു കസീർ തുടങ്ങിയവരൊക്കെ ഇങ്ങനെ സംയോജിപ്പിച്ച് പറയുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 175-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിനെ പറ്റിയും അവന്റെ നിയമങ്ങളെ പറ്റിയും വേണ്ടത്ര മനസ്സിലാക്കിയ, നന്നായി പഠിച്ച, പാണ്ഡിത്യമുള്ള ഒരാളുടെ ബാധ്യത എന്താണ് ശരിക്ക്? ആ അറിവനുസരിച്ച്, അള്ളാഹുവിനനുസരിച്ച് ശരിയായ റബ്ബിന് വഴിപ്പെട്ട് അവൻ നൽകുന്ന ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. പക്ഷേ അതിനൊന്നും തയ്യാറാവാത്ത ചില ആൾക്കാരുണ്ട്, ചില പണ്ഡിതന്മാർ. പഠിച്ചെടുത്ത അറിവുകളും ബോധ്യമൊന്നും പരിഗണിക്കാതെ അങ്ങോട്ട് ഒഴിവാക്കുന്ന, ആ ഇൽമൊക്കെ ഊരിക്കളയുന്ന ആളുകൾ, പാമ്പ് ഉറ ഊരിക്കളയുന്നത് പോലെ അതൊക്കെ ഒഴിവാക്കി ഈ ഭൂമിയിൽ സ്ഥിരതാമസക്കാരനാണ് എന്ന ഭാവേന തുച്ഛമായ ദുന്യവീയായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തോന്നിയതുപോലെ ജീവിച്ച് അങ്ങനെ പോകുന്ന കുറെ ആളുകൾ, പണ്ഡിതന്മാർ തന്നെ. അങ്ങനെ തോന്നികളായി ജീവിക്കുന്ന പണ്ഡിതന്മാരുടെ അവസ്ഥ എത്ര മോശമായിരിക്കും, എത്ര ദയനീയമായിരിക്കും. അതാണ് അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നത്. അതിനൊരു ഉദാഹരണം പറയാം, ഒരു പണ്ഡിതന്റെ ഉദാഹരണം പറയുകയാണ്. ആ പണ്ഡിതനെ അല്ലാഹു ഉപമിക്കുന്നത് നായയോടാണ്. നായയോട് ആരെങ്കിലും ആ നായയെ ഉപദ്രവിച്ചാൽ ആ നായ അങ്ങനെ കിതച്ച് നാവ് പുറത്തേക്ക് നീട്ടിയിട്ട് അങ്ങനെ പോകും, അല്ലേ? ഇനി ആരെങ്കിലും ഉപദ്രവിക്കാതിരുന്നാലോ, വെറുതെ വിട്ടാലോ, അപ്പോഴും അങ്ങനെ തന്നെ. നായ നാവ് പുറത്തേക്ക് നീട്ടിയിട്ടാണ് നടക്കുക, എപ്പോഴും അങ്ങനെയാണ്. അതിനെ ഉപദ്രവിച്ചാലും അങ്ങനെ തന്നെയാണ്, ഇനി ഉപദ്രവിക്കാതെ വെറുതെ വിട്ടാലും അങ്ങനെ തന്നെയാണ്. അതങ്ങനെ നാവ് പുറത്തേക്ക് നീട്ടി കേര ഒരുപ്പിച്ച് നടക്കും. അതുപോലെയാണ് ഇത്തരം പണ്ഡിതന്മാർ. അറിവുണ്ട്, അറിവനുസരിച്ച് നടക്കാൻ തയ്യാറല്ല. ആര് എന്ത് ഉപദേശിക്കട്ടെ, ഉപദേശിക്കാതിരിക്കട്ടെ, പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഉപദേശിച്ചാലും ഇല്ലെങ്കിലും അവരവസ്ഥ ഒന്ന് തന്നെ, നായയുടെ അവസ്ഥ പോലെ ദുർമാർഗത്തിൽ അവർ ഉറച്ചു നിൽക്കും. പിശാചാണ് അവരുടെ കൂട്ടുകാർ. അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗം, ആ സന്മാർഗ ദർശനം, റബ്ബിന്റെ ദീനെ കുറിച്ചുള്ള അറിവ്, ഇതൊക്കെ വലിയ നിഅമത്താണ് ഒരു മനുഷ്യന് കിട്ടുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ്. ആ കിട്ടിയ ഭാഗ്യത്തിന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ആ പണ്ഡിതൻ ചെയ്യേണ്ടത്. അതിനു പകരം അയാൾ ഭൗതിക പ്രമുക്തനായി, സ്വേച്ഛകളുടെ ഉപാസകനായി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാ ദൗർഭാഗ്യവാനായി മാറിയാൽ, ഇത്തരക്കാരെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയാണ് നായയുടെ ഉദാഹരണം അല്ലാഹു തആല പറയുന്നത്. നാക്കി നീട്ടി കിതച്ച് കഴിയുന്ന ഒരു ഉദാഹരണം. എന്താണ് നായയുടെ പ്രകൃതം? എന്താണ്? അത് കൂടുതൽ ആർത്തിയുള്ള ഒരു ജീവിയാണ്. ആർത്തി എന്ന സ്വഭാവം കാണിക്കുന്ന ജീവിയാണ്. ശ്വസന പ്രക്രിയയിലൂടെ വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതിരിക്കുന്നത് കൊണ്ട് എപ്പോഴും വായ തുറന്ന് നാക്ക് നീട്ടി കൂടുതൽ ഓക്സിജൻ ആവാഹിച്ചെടുക്കുകയാണ് നായ ചെയ്യാറുള്ളത്. മറ്റു ജീവികളെ പോലെ വിയർപ്പു ഗ്രന്ഥികൾ ഇല്ലാത്തതിനാൽ വിസർജ്യ ജലാംശങ്ങളും ആ നാക്കിലൂടെ ഇറ്റിറ്റ് വീഴുന്നത് നമുക്ക് കാണാം. വയറ്റിലുള്ള സംഗതികളും കേലയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. അതിന്റെ പ്രകൃതം അങ്ങനെയാണ്. ഭൗതിക പ്രമുക്തനായ സ്വന്തം ഇച്ഛയെ, സ്വന്തം ആഗ്രഹങ്ങളെ പൂജിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് നടക്കുന്ന ആളുകളുടെ ഉദാഹരണം ഇങ്ങനെയാണ്. എന്തൊക്കെ അറിവും യോഗ്യതയും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ദുന്യാവ് ആവാഹിച്ചെടുക്കുന്നതിന്, വാരിവരിച്ചു കൂട്ടുന്നതിന് എത്രയും മതപ്പതിക്കാൻ അയാൾ തയ്യാറായിരിക്കും. അയാൾ ആരുപദേശിക്കും കാര്യം ഉണ്ടാവില്ല. ഇവിടെ ഈ അർത്ഥത്തിൽ പറയാൻ പോകുന്ന പണ്ഡിതൻ ആരാണ് എന്ന വിഷയത്തിൽ മുഫസ്സിറുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് ഇങ്ങനെ നായയോട് ഉപമിക്കപ്പെട്ട മനുഷ്യൻ, പണ്ഡിതൻ, ഇസ്രായേലിൽപ്പെട്ട ബൽആം ഇബ്നു ബഊറ എന്നൊരു മനുഷ്യനാണ്. ഒരുവിധം പണ്ഡിതന്മാർക്ക് അഭിപ്രായമാണ് പറഞ്ഞത്, ബൽആം ഇബ്നു ബഊറ. അതാണ് ഒരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന കവിയായിരുന്ന ഉമയ്യത്ത് ബിൻ അബി സൽഫാണ്. ഉമയ്യത്ത് ബിൻ അബി സൽഫ്, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. വേറെ അഭിപ്രായം, ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്ന അബൂ ആമിർ റാഹിബാണ്. അബൂ ആമിർ റാഹിബ്. ഇങ്ങനെ 3 അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തി കാണുന്നത്. ഇത് ആരായിരുന്നാലും ശരി, ഇവരുടെ പറഞ്ഞ ഈ വിശേഷണം ആർക്കൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം അവസ്ഥ ഉദാഹരണം ഇതുപോലെ തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഒരു ഉദാഹരണം പറഞ്ഞു തരുന്നത്. അള്ളാഹുവിന്റെ ദീനിനെയും
ഇൽമിനെയും ഭൗതിക താല്പര്യങ്ങൾക്ക് മുമ്പിൽ അടിയറ വെച്ച് വഴിതെറ്റുന്ന പണ്ഡിതന്മാർക്കുള്ള കനത്ത താക്കീതാണ് ഈ ആയത്ത്. കുപ്രസിദ്ധനായ ഒരു പണ്ഡിതന്റെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടി വളരെ സഗൗരവമായ ഒരു യാഥാർത്ഥ്യം അല്ലാഹു നമുക്ക് വിവരിച്ചു തരികയാണ്. ബൽആം ഇബ്നു ബഅൂറയെ പറ്റിയാണ് അഭിപ്രായം. എന്താണ് അവർ ചെയ്തത്? നന്നായി പഠിച്ച പണ്ഡിതനാണ്, സ്വാലിഹായ മനുഷ്യനായിരുന്നു എന്നാണ്. എന്ന് മാത്രമല്ല, ദുആക്ക് ഉത്തരമുള്ള ആളായിരുന്നു, മുസ്തജാബ് ദുആ ആയിരുന്നു. പക്ഷേ അദ്ദേഹം ശത്രുക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങി മൂസാ നബി അലൈഹി സ്വലാമിനും ഖൗമിനും എതിരെ ദുആ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ദുആ ചെയ്തപ്പോ വന്ന വാക്കുകൾ നാവിൽ വന്നത് നേരെ മറിച്ചായി മാറി. മൂസാ നബി അലൈഹി സ്വലാമിനും ഖൗമിനും എതിരെ ദുആർക്കേണ്ടതിന് പകരം സ്വന്തം ഖൗമിനെതിരെ ദുആയിരുന്നു. നാവിൽ അങ്ങനെയായി വന്നു അത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഹവും പരവും രണ്ട് ലോകവും നഷ്ടപ്പെട്ടു. പിന്നീട് സ്ഥിതിഗതികൾ ആകെ മാറുകയും ഇദ്ദേഹം കൂടുതൽ മോശക്കാരനാവുകയും ജനങ്ങളെ വേണ്ടാത്തരങ്ങളിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വലിയ ചരിത്രമാണത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമും ഖൗമും ഈ ബൽആമുള്ള നാട്ടിലേക്ക് എത്തിയപ്പോ, അവരുടെ യാത്രയിൽ ആ നാട്ടിലേക്ക് എത്തിയപ്പോ ആ നാട്ടുകാർക്ക് പേടിയായി. മൂസാ നബി അലൈഹി സ്വലാമും ഇത്രയും വലിയ സംഘവും ഞങ്ങളെ നാട്ടിൽ വന്ന് ഞങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ചോടിച്ച് ഞങ്ങളെ വീടുകളും നാടുകളൊക്കെ കയ്യേറുമല്ലോ എന്ന് പേടിയായ നാട്ടുകാർക്ക്. അപ്പൊ അവരെന്ത് ചെയ്തു? അവിടുത്തെ രാജാവും നാട്ടുകാരും ആ നാട്ടിലെ സ്വാലിഹായ ബൽആമിന്റെ അടുക്കൽ പോയിട്ട്, ദുആക്കുത്തരമുള്ള ആളാണല്ലോ, അയാൾ അടുക്കൽ പോയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഇതാ മൂസാ നബിയും അലൈഹിസ്സലാം ബനൂ ഇസ്രായേലും വന്നിട്ടുണ്ട്, ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾ അവർക്കെതിരെ ദുആ ചെയ്യണം. അവരവിടെ വന്ന് താമസമാക്കിയാൽ പിന്നെ ഞങ്ങൾ പുറത്തു പോകേണ്ടി വരും. അപ്പൊ ഇത് കേട്ടപ്പോ ബൽആം ചോദിച്ചു, വൈലക്കും നബിയുല്ലാഹി മഅഹു വൽ മലായിക വൽ മുഅ്മിനൂൻ, നബിയുല്ലാഹി മഅഹുൽ മലായികത്തു വൽ മുഅ്മിനൂൻ ഫകൈഫ അദു അലൈഹിം. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഒരു പ്രവാചകനെതിരെ ദുആ ചെയ്യാനാണ് നിങ്ങൾ എന്നോട് പറയുന്നത്? ആ പ്രവാചകനോട് മലക്കുകളില്ലേ, ആ പ്രവാചകനോട് മുഅ്മിനീങ്ങളില്ലേ, എന്താ ഇവർക്കെതിരെ ഞാൻ ദുആ ചെയ്യാനോ? എന്നെ കിട്ടൂല എന്ന് പറഞ്ഞു ബൽആം. പക്ഷെ നാട്ടുകാരുണ്ടവിടുന്നു. നാട്ടുകാര് പല കാര്യങ്ങളും പറഞ്ഞു, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അത് തരാം, ഇത് തരാം, നാട്ടിലെ വലിയ സ്ഥാനമാനങ്ങൾ തരാം, പണം തരാം, ഇങ്ങനെ കുറെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവസാനം ആള് പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. ആ ദുആ ചെയ്യാൻ വേണ്ടി തന്റെ കഴുതപ്പുറത്ത് പോവുകയാണ്. കൂടെ ആളുകളുണ്ട്. ബൽആം കഴുതപ്പുറത്ത് കയറി പോവുകയാണ് മലമുകളിലേക്ക്. ആ മലന്റെ മുകളിൽ ചെന്നാൽ മൂസാ നബിയെയും അനുയായികളെയും കാണാം അലൈഹിസ്സലാം. അങ്ങനെ ആ മലന്റെ മുകളിൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് കഴുതപ്പുറത്ത്. കുറച്ചങ്ങോട്ട് പോയപ്പോ കഴുത അവിടെ നിന്നും മുന്നോട്ടങ്ങോട്ട് പോകുന്നില്ല. കുറെ അടിച്ചു നോക്കി പോകുന്നില്ല. അവസാനം അല്ലാഹു തആല കഴുതയ്ക്ക് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തു. കഴുത സംസാരിച്ചു. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എവിടേക്കാണ് നിങ്ങൾ പോണത്? നിങ്ങൾ കാണില്ലേ എന്റെ മുമ്പിൽ മലായിക്കത്ത് ഇതാ, എന്റെ മുമ്പിൽ മലായിക്കത്ത് എന്നെ തടയുന്നുണ്ട്, അതാണ് എനിക്ക് നടക്കാൻ കഴിയാത്തത്. നിങ്ങൾ എന്നെ അടിക്കല്ലേ, നിങ്ങൾ എവിടേക്കാ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? അതൊന്നും ബൽആം കേട്ടില്ല. ദുന്യവിയായ കുറെ സ്ഥാനമാനങ്ങളും മോഹങ്ങളും സമ്മാനങ്ങളും ഒക്കെ പറഞ്ഞ് അതുകൂടെ തലയിൽ കയറി നിൽക്കുകയാണ് ഇയാളുടെ. അടിച്ച് ഒരുപാട് വേദനിപ്പിച്ച കഴുതയെ അവസാനം അല്ലാഹു തആല അതിന്റെ പാട്ടിന് നോക്കും. അല്ലാഹു തആല കഴുതയുടെ പാട്ടിന് പോയിക്കൊന്നു. കഴുത മുന്നോട്ട് പോയി. മലമുകളിലെത്തിയിട്ട് താഴത്തേക്ക് നോക്കിയപ്പോൾ മൂസാ നബിയുണ്ട് അലൈഹിസ്സലാം, സംഘമുണ്ട്, ബനൂ ഇസ്രായേലുണ്ട്. അങ്ങോട്ട് ദുആ ചെയ്യാൻ തുടങ്ങി. ദുആ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നാവിൽ വരുന്നത് മുഴുവൻ പിഴ, പിഴ. ബനൂ ഇസ്രായേലിനെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞത് എന്റെ ഖൗമിനെ നശിപ്പിക്കണമെന്നായി പോയി. ഞങ്ങളെ ഖൗമിനെ, എന്റെ ഖൗമിനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞത് ബനൂ ഇസ്രായേലിനെ രക്ഷപ്പെടുത്തണമെന്നായി. എന്ത് ദുആ ഇരുന്നാലും ഇയാൾ തിരിച്ചയാൾ നാവിൽ വരുള്ളൂ. കൂടെ എല്ലാ ആൾക്കാർ ഇത് കേൾക്കാണ്. ആളുകൾ ചോദിച്ചു, അല്ല മനുഷ്യങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്തായി പറയുന്നത്? ഞങ്ങൾക്കെതിരെയാണ് ദുആ ചെയ്യുന്നത് നിങ്ങൾ? അയാൾ പറഞ്ഞു, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഇത് എന്റെ നാവിൽ വന്നു പോവാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അല്ലാഹു തആല എന്റെ നാവിൽ അങ്ങനെ ആക്കി മാറ്റുകയാണ്, എനിക്കത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ശരിയായി പറയാൻ കഴിയുന്നില്ല. ഏതായാലും ആ ദുആ നടന്നു. അയാൾ മുസ്തജാബ് ദുആ ആണ്, അത് സംഭവിച്ചു. സുബ്ഹാനല്ലാഹ്. ഇയാളെ ദുന്യാവും ആഖിറത്തും കൂടെ പോയി. അത് അയാൾക്ക് ബോധ്യായി. അയാൾ പറഞ്ഞു, നിങ്ങളെ വാക്ക് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാനും മഹാപോക്കായി പോയി. ഇനി എന്തായാലും നിങ്ങളെ കൂട്ടത്തിൽ തന്നെ കൂടുക. എന്നാൽ നന്നാകുക എന്നല്ല ഉദ്ദേശിച്ചത്. കാരണം ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുന്നുണ്ടല്ലോ അപ്പുറം. നിങ്ങളെ കൂട്ടത്തിൽ ഞാൻ കൂടാം. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് കൂടിയിട്ട് കൂടുതൽ തമ്മാടിയാവാണ് അയാൾ ചെയ്തത്. അയാൾ പിന്നെ ഈ
പിന്നെ ഖൗമിനെ വേണ്ടാത്തരങ്ങളിലേക്ക് നയിച്ചിട്ടും ക്ഷണിച്ചിട്ടും വേണ്ടാത്തരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും കുതന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഖൗമിനെയും തറപറ്റിക്കാനുള്ള അടവുകളും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെങ്ങനെ പിന്നെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ബൽആം ചെയ്തത്. ഇതാണ് ആ ചരിത്രം. ചുരുക്കിയാണ് നമ്മൾ പറഞ്ഞത്. ബൈബിളിലും ഇതേപോലെ ഈ ബൽആമിനെ കുറിച്ച് ഇത്തരം പ്രസ്താവനകളുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം ഉമയ്യത്ത് ബിനു അബീ സൽത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്നാണ്, അല്ലെ? ഉമയ്യത്ത് ബിൻ അബീ സൽത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു കവിയാണ് ഇദ്ദേഹം. ഇയാള് നല്ല പഠിച്ച ആളാണ്, സമർത്ഥനായ പണ്ഡിതനാണ്, ബുദ്ധിമാനാണ്. അടുത്ത കാലത്തൊരു പ്രവാചകൻ വരുന്നുണ്ടെന്ന് ഉമയ്യത്തിന് അറിയാമായിരുന്നു. പക്ഷെ മൂപ്പര് വിചാരം തരുന്നത് ഞാനായിരിക്കും എന്നാണ് മൂപ്പര് വിചാരം. വലിയ പണ്ഡിതനല്ലേ, ഒരു പ്രവാചകൻ വരുന്ന മൂപ്പർക്ക് അറിയാം, പക്ഷെ അത് ഞാനായിരിക്കും, മൂപ്പര് തന്നെ ആയിരിക്കും എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായപ്പോ ഉമയ്യത്തിന്റെ കോലം മാറി. അയാൾ എന്താ ചെയ്തത്? മുശ്രിക്കീങ്ങളുടെ പക്ഷം ചേർന്ന് കവിതകൾ ഉണ്ടാക്കി അതുവഴി മുശ്രിക്കീങ്ങൾക്ക് പിൻബലം നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം അബൂ ആമിർ റാഹിബ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അബൂ ആമിർ റാഹിബ് വലിയ പണ്ഡിതനായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കടുത്ത വിദ്വേഷം പുലർത്തിയിരുന്ന ആൾ, അവിടത്തേക്കെതിരെ സംസാരിക്കുകയും അവിടത്തേക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു. ഖുറൈശികളോടൊപ്പം കൂടിയിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ യുദ്ധത്തിനിറങ്ങാൻ പ്രേരിപ്പിക്കുക ഇയാളുടെ പതിവാണ്. ഉഹദ് യുദ്ധത്തിലൊക്കെ വല്ലാത്ത ഉപദ്രവമാണ് ഇയാൾ മുസ്ലിം സൈന്യത്തിന് വരുത്തി വെച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ വിളിച്ചത് അബൂ ആമിറുൽ ഫാസിഖ് എന്നാണ്. അയാളെ പേര് ശരിക്കും അബൂ ആമിർ റാഹിബ് എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് അബൂ ആമിറുൽ ഫാസിഖ്, ചെമ്മാടിയായ അബൂ ആമിർ എന്ന്. പണ്ഡിതനായിരുന്നു, നല്ല പഠിച്ച ആൾക്കാരെല്ലാവരും. പാണ്ഡിത്യം കൊണ്ട് മാത്രം സംഗതി നടത്താൻ മനസ്സിലായില്ലേ? അതനുസരിച്ച് പ്രവർത്തിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ആയത്ത് നോക്കാം, 175-ാമത്തെ ആയത്ത്. 175-ഉം 176-ഉം 177-ഉം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്ലു അലൈഹിം നബഅ അല്ലദീ ആതൈനാഹു ആയാതിനാ فانسلخ منها فأتبعه الشيطان فكان من الغاوين. വത്ലു അലൈഹിം നബിയെ അവർക്ക് നിങ്ങൾ ഓതിക്കൊടുക്കണം, അവർക്ക് നിങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കണം. നബഅ അല്ലദീ ഒരാളുടെ വൃത്താന്തം, ഒരു വ്യക്തിയുടെ കഥ പറഞ്ഞു കൊടുക്കണം. നബഅ വൃത്താന്തം, വിവരം, കഥ പറഞ്ഞു കൊടുക്കണം. ആരാണ് അയാൾ? ആതൈനാഹു ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ അയാൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ലോണം പഠിച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയ ഒരാളുടെ വിവരം, ചരിത്രം അവർക്ക് നിങ്ങൾ ഓതിക്കൊടുക്കണം. എന്നിട്ടോ ഫൻസലഖ മിൻഹാ, അയാൾ അതിൽ നിന്ന് ഊരിച്ചാടി. ഫൻസലഖ, പക്ഷേ അയാൾ ഊരി രക്ഷപ്പെട്ടു. മിൻഹാ, ആയാത്തുകളിൽ നിന്ന്, പഠിച്ച കാര്യങ്ങളിൽ നിന്ന്. ഫഅത്ബഅഹു ശൈത്താൻ, അപ്പൊ പിന്നെ പിശാച് അയാളുടെ പിന്നാലെ കൂടി. പിശാച് അയാളുടെ പിന്നാലെ കൂടുകയും ഫകാന മിനൽ ഗാവീൻ, അങ്ങനെ അയാൾ ദുർമാർഗികളിൽ, വഴിപിടിച്ചവരിൽ ഉൾപ്പെടുകയും ചെയ്തു. ഗാവീൻ എന്ന് പറഞ്ഞാൽ ദുർമാർഗികൾ, വഴിപിടിച്ചു. അപ്പോ നബിയെ ഒരു വ്യക്തിയുടെ കഥ അവർക്ക് താങ്കൾ ഓതിക്കൊടുക്കണം. നാം അയാൾക്ക് ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ. പക്ഷേ അയാൾ അതിൽ നിന്ന് ഊരിച്ചാടുകയും അതുകൊണ്ട് തന്നെ പിശാച് അയാളുടെ പിന്നാലെ കൂടുകയും അങ്ങനെ അയാൾ ദുർമാർഗികളിൽ ഉൾപ്പെടുകയും ചെയ്തു. അത്തരം ഒരാളുടെ ചരിത്രം നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കണം. 176 നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ ശിഅനാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്റജ ഇലൽ അർളി വത്തബഅ ഹവാഹു ഫമസലുഹു കമസലിൽ കൽബി ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ് ذلك مثل القوم الذين كذبوا بآياتنا فقصص القصص لعلهم يتفكرون. ولو شئنا, നമ്മൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലറഫഅനാഹു ബിഹാ, ആ ദൃഷ്ടാന്തങ്ങൾ വഴി അയാളെ നമ്മൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുമായിരുന്നു. അയാൾ ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ലറഫഅനാഹു ബിഹാ, ആ പഠിച്ചത് കൊണ്ട്, ആയാത്തുകൾ കൊണ്ട് നമ്മൾ അയാളെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കുമായിരുന്നു. പക്ഷേ വലാകിന്നഹു, അയാൾ എന്താ ചെയ്തത്? പക്ഷേ അയാൾ
ഭൗതിക ലോകത്തേക്ക് അയാൾ കൂപ്പുകുത്തി. ഭൗതിക ലോകം നശ്വരമാണെന്ന് അയാൾ വിചാരിച്ചു. അഹ്ലദ, അതിലേക്ക് അങ്ങോട്ട് വീണു, അതിന്മേൽ അങ്ങനെ കഴമ്പടിച്ചു വീണു എന്ന് പറഞ്ഞാൽ അതിലേക്ക് അങ്ങോട്ട് കൂപ്പുകുത്തി, ഭൂമിയിലേക്ക് ഭൗതിക ലോകത്തേക്ക് കൂപ്പുകുത്തി അയാൾ. അയാൾ പിൻപറ്റുകയും ചെയ്തു ഹവാഹു, തന്റെ തന്നിഷ്ടത്തെ, സ്വന്തം ഇച്ഛകളെ, താല്പര്യങ്ങളെ. ഞാൻ അല്ലാത്തൊരു ഉദാഹരണം പറയാം. ഇങ്ങനെ അയാൾ ചെയ്തപ്പോ മസലുഹു, അപ്പോൾ അയാളുടെ ഉദാഹരണം, അയാളുടെ ഉപമ കമസലിൽ കൽബി, ഒരു നായയുടെ ഉദാഹരണം പോലെയാണ്, ഒരു നായയുടെ ഉപമ പോലെയാണ്. എന്താണ് നായ ചെയ്യുക? ഇൻ തഹ്മിൽ അലൈഹി, താങ്കൾ അതിനെ ആക്രമിച്ചാലും അത് നാക്ക് പുറത്തേക്ക് നീട്ടിയിടും. ഔ തത്രുക്കുഹു, ഇനി അതിനെ ഒന്നും ചെയ്യാതെ വെറുതെ വിടുകയാണെങ്കിലും യൽഹസ്, അത് കിതച്ച് നാവ് പുറത്തേക്ക് നീട്ടിയിടും, തൂക്കിയിടും. നായയെ വിരട്ടി ഓടിക്കുകയാണെങ്കിലും വെറുതെ വിടുകയാണെങ്കിലും അതെന്താ ചെയ്യാ? കിതച്ചിട്ട് നാവ് ഇങ്ങനെ പുറത്തേക്ക് നീട്ടിയിടും, തൂക്കിയിടും. അതാണ് നായയുടെ ഉദാഹരണം. നായ അങ്ങനെ ചെയ്യാം. അതേപോലെയാണ് ഇയാളുടെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, പറഞ്ഞിട്ടും കാര്യമില്ല, പരാജയപ്പെട്ടിട്ടും കാര്യമില്ല, ഇയാൾ വേണ്ടാത്തരങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും, ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇയാളുടെ ഉപമ നായയെ പോലെയാണ്. ഇൻ തഹ്മിൽ അലൈഹി, തഹ്മിൽ എന്ന് പറഞ്ഞാൽ നായ ഉപദ്രവിക്കുക എന്നൊക്കെ അർത്ഥം. ഇൻ തഹ്മിൽ അലൈഹി, ആ നായയെ ഉപദ്രവിക്കുകയാണെങ്കിലും യൽഹസ്, അത് നാക്ക് പുറത്തേക്ക് നീട്ടിയിടും. യൽഹസ്, നായന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നാക്കിനെ പുറത്തേക്ക് നീട്ടി ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇങ്ങനെ കേലൊപ്പിച്ച് നടക്കുക, ആണ് യൽഹസ് എന്ന് പറയും. ഔ തത്റുക്കുഹു, ഇനിയല്ല അതിനെ വിട്ടേക്കുകയാണെങ്കിൽ, ഒന്നും ചെയ്യാതെ ആ നായ ഒഴിവാക്കി വിടുകയാണെങ്കിലും യൽഹസ്, അതിങ്ങനെ നാക്ക് പുറത്തേക്ക് താഴ്ത്തിയിടും, നീട്ടിയിടും, കിതച്ചിട്ട്. അല്ല, ഒരു കിതപ്പുണ്ടാവും കൂടെ. ഇനി അല്ലാഹു തആല പറയുന്നത് ദാലിക മസലുൽ ഖൗമിൽ ലദീന കസ്സബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്നവരുടെ ഉപമയാണിത്. ദാലിക, ഇത് ഈ പറയുന്ന ഉദാഹരണം, അതെന്ന് പറഞ്ഞാൽ ഉദാഹരണം. മസലുൽ ഖൗമി, ഒരു വിഭാഗത്തിന്റെ ഉദാഹരണമാണ്. അല്ലദീന കസ്സബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച. അതുകൊണ്ട് നബിയെ ഫഖുസുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ, അതുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടി ചരിത്രങ്ങളൊക്കെ താങ്കൾ അവർക്ക് വിവരിച്ചു കൊടുക്കണം. ഫഖുസുസിൽ ഖസസ, താങ്കൾ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണേ. ഖസസ് എന്ന് പറഞ്ഞാൽ കഥകൾ, ചരിത്രങ്ങൾ. ഖിസ്സത്തുൻ എന്നതിന്റെ പ്ലൂറലാണ് ഖസസ്. ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിച്ചാലോ, നന്നായാലോ, ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. 177 നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സാഅ മസലനിൽ ഖൗമുൽ ലദീന കസ്സബൂ ബിആയാതിനാ വഅൻഫുസഹും കാനൂ യദ്ലിമൂൻ. സാഅ മസലൻ, എത്ര മോശമായ ഉപമയാണ്. അൽ ഖൗമുൽ ലദീന കസ്സബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്ന ആ സമുദായത്തിന്റെ ഉദാഹരണം, ഉപമ എത്ര മോശമാണ്. നായയെ കുറിച്ചല്ല നായയോടെ ഉപമിച്ചത്, ആ ഉപമ എത്ര മോശമാണ്. വഅൻഫുസഹും കാനൂ യദ്ലിമൂൻ, സ്വന്തത്തെ ദ്രോഹിക്കുകയും ചെയ്യുന്നവരുടെ ഉദാഹരണം എത്ര മോശമാണ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുകയും സ്വന്തത്തെ തന്നെ ദ്രോഹിക്കുകയും ചെയ്യുന്നവരുടെ, തങ്ങളോട് തന്നെ അനീതി കാട്ടുകയും ചെയ്യുന്ന ഖൗമിന്റെ ഉപമ മഹാമോശം തന്നെ. എന്ന് പറഞ്ഞാൽ മഹാമോശം. ഉദാഹരണങ്ങളിൽ ഏറ്റവും മോശമായ ഉദാഹരണമാണിതെന്ന് ചുരുക്കം. അപ്പോ സത്യം ഇന്നതാണ് എന്ന് ശരിക്ക് ബോധ്യമുണ്ടായിട്ടും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഫത്വ കൊടുക്കുന്ന ആളുകൾ, മതവിധി കൊടുക്കുന്ന ആളുകൾ, സത്യത്തിനും സദാചാരത്തിനും വിരുദ്ധമായ സംരംഭങ്ങളിൽ മനഃപൂർവ്വം ഏർപ്പെടുന്ന ആളുകൾ, കക്ഷി താല്പര്യത്തിനു വേണ്ടി മതവിധികൾ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ നടത്തുന്ന പണ്ഡിതന്മാരെ എല്ലാ കാലത്തും നമുക്ക് കാണാൻ കഴിയും. ഇന്നുണ്ട്, എന്നത് കുറച്ച് കൂടുതലാണെന്ന് മാത്രം. ഇത്തരത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരുടെയും ഉദാഹരണമാണ്. നായയോടാണ് അല്ലാഹു തആല ഉപമിച്ചത് എന്ന് നല്ലോണം ഓർക്കണം. ആ ഉദാഹരണം തന്നെ മതി ഇവർ എത്രമാത്രം മോശക്കാരാണെന്ന് മനസ്സിലാക്കാൻ. ആ നായയെക്കുറിച്ചുള്ള വർണ്ണന കൂടി കണക്കിലെടുക്കുമ്പോൾ അള്ളാഹുവിന് അവരോടുള്ള വെറുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. വായ തുറന്ന് നാവ് പുറത്തേക്ക് തൂക്കിയിട്ട് കിതച്ചും കൊണ്ട് ആണല്ലോ നായ സാധാരണ നടക്കുക. ആരെങ്കിലും ഞാൻ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. ഞാൻ ആകെ 2 ചിന്തയുള്ളൂ: തീറ്റ, വികാരശമനം. ഇതിൽ മാത്രമേ ശ്രദ്ധ ഉണ്ടാവുള്ളൂ. അതുപോലെയാണ് ഈ പണ്ഡിതന്മാരുടെയും അവസ്ഥ. അതാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അല്ലാഹു തആല. ഇവരുടെ ദുശ്ചേരികളെ പറ്റി, ഇവർ ചെയ്യുന്ന വേണ്ടാത്തരങ്ങളെ പറ്റി ആരെങ്കിലും ഉപദേശിക്കുകയോ എതിർക്കുകയോ ചെയ്താലൊന്നും ഇവർക്കൊരു ഇളക്കമുണ്ടാവില്ല. ഇവരുടെ അവസ്ഥ മാറൂല, അങ്ങനെ തന്നെ നടക്കും. അവരുടെ ലക്ഷ്യം ഭൗതികപരമായ നേട്ടമാണ്.
അതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കും. അത് കിട്ടാൻ എന്ത് തെമ്മാടിത്തരം അവർ ചെയ്യും. പഠിച്ചതിനെതിരായി പ്രവർത്തിക്കുക എന്നത് മാത്രമല്ല അവർ ചെയ്ത കുറ്റം. അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് ലഭിക്കാമായിരുന്ന വലിയ പദവികൾ നഷ്ടപ്പെടുത്തി അതിനു പകരം നിസ്സാരമായ ഐഹികമായ നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. അതിനുവേണ്ടി തോന്നിയതുപോലെ ചെയ്തു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അള്ളാഹു തആല അവരുടെ ഇത്രയും വെറുപ്പ് പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. 178 ആയത്ത് നോക്കാം. നേർമാർഗം ഇന്നതാണ് എന്ന് അറിഞ്ഞതുകൊണ്ടോ കുറെ പഠിച്ചതുകൊണ്ടോ ആരെങ്കിലും ഉപദേശിച്ചത് കൊണ്ടോ ഒന്നും ആരും നേർമാർഗത്തിലായിക്കൊള്ളണമെന്നില്ല. അതിന് അള്ളാന്റെ തൗഫീഖ് തന്നെ വേണം, അള്ളാന്റെ സഹായം തന്നെ വേണം. അത് ലഭിക്കാത്ത ആളുകൾ വഴിപിടിച്ചവർ തന്നെയായി തുടരും. അതുകൊണ്ടാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെയുള്ള ആളുകൾ വിവരമുണ്ടായിട്ടും വഴിപഴിച്ചു പോകുന്നത് എന്നത് സമർത്ഥിക്കുകയാണ്. 178 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. من يهد الله فهو المهتدي ومن يضلل فأولئك هم الخاسرون. من يهد الله, അല്ലാഹു ഏതൊരാളെ നേർവഴിയിലാക്കുന്നുവോ ഫഹുവൽ മുഹ്തദി, അവൻ തന്നെയാണ് സന്മാർഗപ്രാപ്തൻ. വമൻ യുദ്ലിൽ, ഏതൊരുത്തനെ അവൻ വഴിതെറ്റിക്കുന്നുവോ ഫൗലൈക ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണ് പരാജിതർ. ഖാസിർ എന്ന് പറഞ്ഞാൽ പരാജിതർ. അള്ളാഹുവിനോട് നമ്മളോട് വലിയ കാരുണ്യമാണുള്ളത്, വലിയ വാത്സല്യമാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യർ സന്മാർഗപ്രാപ്തരാകാൻ വേണ്ടി പ്രവാചകന്മാരെ അയച്ചു തരുന്നത്, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നത്. അങ്ങനെയൊക്കെ ആവുമ്പോൾ ആ പ്രവാചകന്മാരെയും ദൃഷ്ടാന്തങ്ങളെയും നിഷേധിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ മണ്ടത്തരമാണ്. സ്വന്തം സന്മാർഗപ്രാപ്തിയെ തട്ടിമാറ്റുകയല്ലേ യാത്രക്കാർ ചെയ്യുന്നത്? സ്വന്തത്തെ തന്നെയുള്ള അതിക്രമമല്ലേ അവർ കാണിക്കുന്നത്? അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ വിശ്വസിച്ച് ദൃഷ്ടാന്തങ്ങൾ അംഗീകരിച്ച് സന്മാർഗപ്രാപ്തരാകുന്നവരാണ് യഥാർത്ഥ വിജയിയും സൗഭാഗ്യവാൻ. മറിച്ച് നേരെ ഓപ്പോസിറ്റ് ദുർമാർഗത്തിന്റെ ഉപാസകരായി കഴിയുന്ന ആളുടെ നില ദയനീയമായിരിക്കും. സാക്ഷാൽ പരാജിതനാണ് അവർ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദുആ ചെയ്ത് പിരിയാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അള്ളാഹു റഹ്മാനായ റബ്ബേ റഹീമായ തമ്പുരാനെ, ഞങ്ങൾ പഠിച്ചത് കേട്ടത് സ്വീകരിക്കണം. അള്ളാഹ് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. ഞങ്ങൾ പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ആളുകളുടെ പോലെ മോശക്കാരായ പണ്ഡിതന്മാരാക്കി മാറ്റരുതേറെ അള്ളാഹുവെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. ഇൽമ നാഫിയാക്കണം റഹ്മാനെ. ഖുർആന്റെ വസിയത്തിൽ എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷം നൽകണം അള്ളാഹ്. ഞങ്ങളെ നീ സ്വീകരിക്കണം തമ്പുരാനെ. ദുആ കൊണ്ട് വസിയത്തിൽ ഒരുപാട് ആളുകൾ ഞങ്ങൾ കബൂലാക്കണം തമ്പുരാനെ. വേണ്ടാത്തരങ്ങൾക്ക് ഞങ്ങളെ നീ ഒഴിവാക്കി തരണം റഹ്മാനെ. തെറ്റുകൾ പൊറുക്കാൻ റബ്ബേ, മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കാൻ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. അള്ളാഹുവിന്റെ ദീനിനും ഇൽമിനും ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما، ولا تجعل اللهم فينا ولا منا ولا معنا سقيما ولا مطرودا ولا محروما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. സുബ്ഹാനക അല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.